MCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിൽ 1ാം സ്ഥാനം നേടിയ ഗിഫ്റ്റ് ഗോഡ്സിന് അണ്ണല്ലൂരിൽ സ്വീകരണം നൽകി. അന്നമനടയിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേദിയാകാൻ ചാലക്കുടി പുഴയോരത്ത് പുളിക്കക്കടവിൽ സൗഹൃദ തീരം സജ്ജമായി. അന്നമനട ടൗണിലും പുളിക്കക്കടവ് പാലത്തിലും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിൽ 1ാം സ്ഥാനം നേടിയ ഗിഫ്റ്റ് ഗോഡ്സിന് അണ്ണല്ലൂരിൽ സ്വീകരണം നൽകി. അണ്ണല്ലൂരിലെ യുവ കൂട്ടായ്മയാണ് സ്വീകരണമൊരുക്കി അനുമോദിച്ചത്. അച്ചാണ്ടി ജോസിൻ്റെ മകനായ ഗിഫ്റ്റ് ഗോഡ്സൺ മതിലകം വിദ്യാജ്യോതി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. ഗിഫ്റ്റ് ഗോഡ്സന് ജന്മനാട്ടിൽ നൽകിയ സ്വീകരണത്തിന് പഴൂക്കര ഇടവക വികാരി വർഗീസ് അരീക്കാട്, സിൻഡോ, തോമസ് അച്ചാണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്നമനടയിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേദിയാകാൻ ചാലക്കുടി പുഴയോരത്ത് പുളിക്കക്കടവിൽ സൗഹൃദ തീരം സജ്ജമായി. അന്നമനട പുളിക്കക്കടവ് പാലത്തിന് സമീപമാണ് 3 ഏക്കർ സ്ഥലത്ത് സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചാണ് സൗഹൃദ തീരം ഒരുക്കിയത്. തീരത്ത് നിർമ്മിച്ച വേദിയെ ഹരിതാപമാക്കിയാണ് അപൂർവമായ ചാരുത പകർന്നിരിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള സൗഹൃദ തീരത്ത് പനയുൾപ്പെടെയുള്ള വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. പാലത്തിനോട് ചേർന്നുള്ള വശത്താണ് വേദി നിർമ്മിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം സൗഹൃദ തീരത്ത് ഒരുക്കിയിട്ടുണ്ട്. മഴക്കാലത്ത് പുഴ നിറഞ്ഞൊഴുകുന്നത് തീരത്തെ ബാധിക്കുമെന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും സൗഹൃദ തീരം നിലനിൽക്കുമെന്നാണ് വിശ്വാസം. ഈ പ്രദേശത്ത് നടത്താറുള്ള വാഴൂർ പുഴയോര ഫെസ്റ്റിൽ നിന്നാണ് സൗഹൃദ തീരത്തിൻ്റെ സാധ്യത തെളിഞ്ഞത്. TN പ്രതാപൻ MLAയുടെ ശ്രമഫലമായാണ് സൗഹൃദ തീരം എന്ന ആശയം യാഥാർത്ഥ്യമായത്. സൗഹൃദ തീരം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 1 കോടി രൂപയാണ് ചെലവഴിച്ചത്. ആദ്യഘട്ടത്തിൽ തീരം മണ്ണിട്ടുയർത്തുകയും വേദി നിർമ്മിക്കുകയുമാണ് ചെയ്തത്. സർക്കാർ ഏജൻസിയായ കിറ്റ്കോയാണ് നിർമ്മാണം ഏറ്റെടുത്തത്. സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ സഹായത്തോടുകൂടെ കിറ്റ്കോനെ ഏൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സൗഹൃദ തീരം 1 കോടി ചെലവ് ഇട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനത്തിൽ ഈ സൗഹൃദ തീരത്ത് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും 2 വിശ്രമ സങ്കേതങ്ങളും നടപ്പാതയുമെല്ലാം ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സൗന്ദര്യവൽക്കരണ പരിപാടികളൊക്കെയാണ് ഈ 1ാം ഘട്ടത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ കുട്ടികളുടെ പാർക്ക്, ജോഗിംഗ് ട്രാക്ക് തുടങ്ങിയ പ്രവൃത്തികൾ നടക്കും. ഇതിൻ്റെ 2ാം ഘട്ട പദ്ധതികൾ ഇനി മന്ത്രി വരുമ്പോൾ അത് അടുത്ത് തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ആ 2ാം ഘട്ടത്തിൽ കുട്ടികൾക്കൊരു പാർക്കും അതോടൊപ്പം തന്നെ അവിടെ നടപ്പാത സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങളൊക്കെ തന്നെ കുടുംബശ്രീകൾക്കൊരു വിപണന കേന്ദ്രം അടക്കമുള്ള വിപുലമായ സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പുഴയോരത്ത് ഇത്തരത്തിൽ സൗഹൃദ തീരം പദ്ധതി കൊണ്ടുവരുന്നതിൽ ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ മികച്ച സഹകരണമാണ് ലഭിച്ചത്. പദ്ധതിയുടെ എല്ലാ ആലോചനാഘട്ടത്തിലും TN പ്രതാപൻ MLAയുമായി പഞ്ചായത്ത് മുൻ ഭരണസമിതി ആശയവിനിമയം നടത്തിയിരുന്നു. സൗഹൃദ തീരം ആദ്യഘട്ടം പൂർത്തീകരിച്ചത് ഈ മാസം 28-ന് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് പറഞ്ഞു. ഈ 28-ാം തീയതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വളരെ വിപുലമായ പരിപാടികളാണ് അന്നമനട പഞ്ചായത്തും ഈ പുഴയോര സൗഹൃദ ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള സംഘാടക സമിതിയും ഒത്തുചേർന്നിട്ടുള്ള സംഘാടക സമിതിയും വിപുലമായ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 28-ാം തീയതി ഉദ്ഘാടനം, അതിനോടനുബന്ധിച്ച് നോർത്ത് ഇന്ത്യൻ കലാകാരന്മാരുടെ പരിപാടിയും, അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം 29-ാം തീയതി ഫോക്ലോ അക്കാദമിയുടെ പരിപാടികളും, 30-ാം തീയതി മോഹൻ രാഘവൻ അനുസ്മരണത്തോടനുബന്ധിച്ചുള്ള പരിപാടികളും, 31-ാം തീയതി ഗാനമേളയും മറ്റു പരിപാടികളൊക്കെ തന്നെയായിട്ടാണ് ഇത് ഒരുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നമനട പഞ്ചായത്ത് ഓഫീസിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ മുറി മാറ്റിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അറിയിച്ചു. അജണ്ട പൂർത്തിയാക്കിയതിനു ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ പിരിഞ്ഞുപോയതെന്നും ഭരണപക്ഷം വ്യക്തമാക്കി. അന്നമനട ടൗണിലും പുളിക്കക്കടവ് പാലത്തിലും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. ചെന്നൈയിലെ ദുരിതബാധിതർക്കായി CPMൻ്റെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തി. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വ്യാപകമായി ധനശേഖരണം നടത്തുകയായിരുന്നു. മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധനസമാഹരണ പ്രവർത്തനത്തിന് PK ഡേവിസ്, M രാജേഷ്, TP രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് ശങ്കരൻ മേലേടം, സെക്രട്ടറി അജേഷ് എന്നിവരാണ് ഭാരവാഹികൾ.
പുത്തൻചിറ പഞ്ചായത്ത് കൃഷി വർക്കിംഗ് ഗ്രൂപ്പ് പാടശേഖര സമിതി യോഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സോണി ഉദ്ഘാടനം നിർവഹിച്ചു. ES ശശിധരൻ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ KU രാധിക പദ്ധതി വിശദീകരണം നടത്തി. AM മുഹമ്മദ് അലി സംസാരിച്ചു. കരിങ്ങച്ചിറ തോട്ടിലെ ബണ്ട് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചെന്നൈയിലെ ദുരിതബാധിതർക്കായി മാള അൽ-അസർ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ധനസമാഹരണം നടത്തി. വിദ്യാർത്ഥികൾ ചെറുസംഘങ്ങളായാണ് മാള ടൗൺ കേന്ദ്രീകരിച്ച് ധനസമാഹരണം നടത്തിയത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അൽ-അസർ സ്കൂളിലെ വിദ്യാർത്ഥികളും തയ്യാറായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ദുരന്തത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ പോലും ഈ പരിപാടിയിൽ ഇറങ്ങി അവരെ പരമാവധി സഹായിക്കാനായിട്ട് തയ്യാറായി വന്നിരിക്കുകയാണ്. നല്ലവരായ നാട്ടുകാർ എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഈ പരിപാടി വിജയമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ശ്രീ PP രവീന്ദ്രൻ ബ്ലോക്ക് സമാശ്വാസം നൽകുന്നതിന് വേണ്ടി ഭീകരവുമായിട്ടുള്ള സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് പരിപാടിക്ക് ശേഷമാണ് മാള സ്വർണ്ണനിരക്ക്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2400 രൂപ, പവന് 19,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിൽ 1ാം സ്ഥാനം നേടിയ ഗിഫ്റ്റ് ഗോഡ്സിന് അണ്ണല്ലൂരിൽ സ്വീകരണം നൽകി. അന്നമനടയിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേദിയാകാൻ ചാലക്കുടി പുഴയോരത്ത് പുളിക്കക്കടവിൽ സൗഹൃദ തീരം സജ്ജമായി. അന്നമനട ടൗണിലും പുളിക്കക്കടവ് പാലത്തിലും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.